കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം അമ്മയുടെ പ്രതികരണം വൈകിപ്പോയെന്ന് പൊതുവെ ഒരു പരാതി ഉയർന്നിട്ടുണ്ട്. അതിൻ്റെ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, അന്ന് ഞങ്ങളുടെ ഒരു ഷോയുടെ റിഹേഴ്സൽ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ 20-ാം തീയതിയും 21-ാം തീയതിയും ഞങ്ങൾക്ക് അതിൻ്റെ ഷോ ആയിരുന്നു. 21-ാം തീയതി ഇന്നലെ രാത്രി എന്ന് പറയുന്നത് ഇന്നലെ നേരെ വെളുപ്പിനാണ് ഞങ്ങൾ ആ ഷോ അവസാനിപ്പിച്ച് എല്ലാം കഴിഞ്ഞാൽ അതിൻ്റെ പരിപാടികൾ തീർന്നത്. അപ്പോൾ ഇന്നലത്തെ ഒരു ദിവസം മുഴുവൻ ഇത്തരം കാര്യങ്ങളെപ്പറ്റി ഞങ്ങളുടെ അംഗങ്ങളുമായിട്ട് ചർച്ച ചെയ്യുകയും, ഇപ്പോൾ പ്രസിഡന്റ് സ്ഥലത്തില്ല, അദ്ദേഹം ചെന്നൈയിലാണ്, മറ്റു പലരും പല സ്ഥലങ്ങളിലാണ്. അപ്പോൾ ഇവരൊക്കെ ആയിട്ട് ഒരു അഭിപ്രായ സമന്വയം രൂപീകരിക്കാനുള്ളൊരു സമയമാണ് എടുത്തത്. അതുകൊണ്ടാണ് ഇന്ന് ഉച്ചയ്ക്ക് തന്നെ പെട്ടെന്ന് വന്ന അതിൻ്റെ പ്രതികരണം. അതല്ലാതെ ഒരു ഒളിച്ചോട്ടമോ അമ്മ ഇതിൽ നിന്ന് പിന്മാറിയതോ അല്ലെങ്കിൽ പ്രതികരിക്കാൻ വേണ്ടി അങ്ങനെ വേറെ എന്തെങ്കിലും കാത്തു നിന്നതോ അല്ല. ഞങ്ങൾക്കുണ്ടായ ഒരു സമയക്കുറവ് ഇതാണ്. അതുകൊണ്ടാണ് ഇത്രയും സമയം എടുത്തു പോയത്. ആദ്യമായി ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകിയതിന് ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിക്കുകയാണ്. കാരണം വളരെ പെട്ടെന്ന് തന്നെ പ്രതികരിക്കേണ്ടതായിരുന്നു. അതിന് കാരണം എന്തായാലും അമ്മയുടെ ഭാഗത്തു നിന്നും ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട്. ആ വീഴ്ചയെന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഒരു ഷോ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഷോയിലെ എല്ലാവരും അത് തീർന്നത് ഇന്നലെ വെളുപ്പിനാണ്. അപ്പോൾ അതുവരെ ഈ റിപ്പോർട്ടിനെ കുറിച്ച് പഠിക്കാൻ സമയം കിട്ടിയിട്ടില്ല. പക്ഷേ ഇതൊന്നും എക്സ്ക്യൂസ് അല്ല. റിപ്പോർട്ടിനെ കുറിച്ചുള്ള പ്രതികരണം വൈകി എന്ന് തുറന്ന് സമ്മതിക്കാൻ അമ്മയുടെ വൈസ് പ്രസിഡന്റ് എന്ന നിലയിൽ ഞാൻ ബാധ്യസ്ഥനാണ്. ആദ്യമേ ഞാൻ പൊതുസമൂഹത്തോട് ക്ഷമ ചോദിച്ചു. ഈ കാര്യത്തിലേക്ക് വരാം. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നു. ഞങ്ങൾ വായിച്ച് ഞങ്ങളുടെ ഒരു അറിവ് വെച്ച് അതിൽ നിന്ന് മനസ്സിലാക്കിയെടുത്തോളം കാര്യങ്ങൾ വെച്ച് ഞങ്ങൾക്ക് ആ റിപ്പോർട്ട് വളരെ സ്വാഗതാർഹമായിട്ടാണ് തോന്നിയത്. ആ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന ഫൈൻഡിങ്സും അതിൽ ഹേമ കമ്മിറ്റി സർക്കാരിന് കൊടുത്തിട്ടുള്ള റെക്കമെൻഡേഷൻസും എല്ലാം തികച്ചും സ്വാഗതാർഹമാണ്. അതെല്ലാം നടപ്പിൽ വരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ ആഗ്രഹം. പല സ്ഥലത്തും പല സമയത്തും പല മീഡിയക്കാർ നമ്മളോട് ചോദിച്ചിട്ടുണ്ട്, ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വരുന്നല്ലോ. ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, സർക്കാരിൻ്റെ നിലപാടാണ്. കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വിടണമെന്നോ പുറത്തു വിടണമെന്നോ എല്ലാം തീരുമാനിക്കേണ്ടത് സർക്കാരാണ്. ഞങ്ങൾക്ക് അതിനകത്ത് പ്രത്യേകിച്ച് പങ്കില്ല. പിന്നെ എല്ലാവരും വ്യക്തമായിട്ട് മനസ്സിലാക്കുകയും എല്ലാവരും ശ്രദ്ധിക്കുകയും ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത് അമ്മയ്ക്കെതിരെയുള്ള റിപ്പോർട്ടല്ല. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വായിച്ചപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, അതിൽ അമ്മ എന്ന പേരുകൾ ചില സ്ഥലത്ത് പരാമർശിച്ചിട്ടുണ്ടെന്നല്ലാതെ അത് അമ്മയ്ക്കെതിരായിട്ടുള്ള റിപ്പോർട്ടൊന്നുമല്ല. ഹേമ കമ്മിറ്റി ഫൈൻഡിങ്സ് അതിന് വ്യക്തിപരമായി പേരെടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും അതിനെക്കുറിച്ചെല്ലാം തന്നെ സമഗ്രമായ അന്വേഷണം നടത്തേണ്ടതാണ്. അതിൽ നിന്നും അമ്മയ്ക്കോ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനോ ചേംബറിനോ ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. നമ്മുടെ പേര് വന്നിട്ടുണ്ടോ നമ്മുടെ പേര് പറഞ്ഞിട്ടില്ല എന്ന് കരുതി നമ്മൾ ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറാൻ പാടില്ല എന്ന് തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഞങ്ങളെപ്പോഴും ഹേമ കമ്മിറ്റിയുടെ ആ റിപ്പോർട്ടിനോടൊപ്പം തന്നെയാണ് നിൽക്കുന്നത്. അതിലെ റെക്കമെൻഡേഷൻസ് നടപ്പാക്കണമെന്ന് തന്നെയാണ് ഞങ്ങളുടെയും ആവശ്യം. അല്ലാതെ ഒരിക്കലും ഹേമ കമ്മിറ്റി അമ്മയ്ക്കെതിരായിട്ടോ അല്ലെങ്കിൽ അമ്മ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിനെതിരായിട്ടോ അല്ല. പക്ഷേ മാധ്യമങ്ങൾ ഞങ്ങളൊരു പ്രതിസ്ഥാനത്ത് നിർത്തിയിട്ടുള്ളൊരു ചിത്രീകരിക്കുന്നത് കാണുമ്പോൾ അതിയായ ദുഃഖം തോന്നുന്നുണ്ട്. ഈ റിപ്പോർട്ടിൽ പറഞ്ഞിട്ടുള്ള പല നിർദ്ദേശങ്ങൾക്കും ഞങ്ങൾക്ക് തന്നെയാണ് ഗുണകരമാകുന്നത്. പിന്നെ അതിനകത്ത് ഒറ്റപ്പെട്ട സംഭവങ്ങളെപ്പറ്റി പലതും പറഞ്ഞിട്ടുണ്ട്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് ഒഴിഞ്ഞു മാറുന്നത് ശരിയല്ല എന്നാണ് എൻ്റെ പക്ഷം. അമ്മയുടെ പക്ഷവും അത് തന്നെയാണ്. അമ്മ എന്ന സംഘടനയും വാദിക്കുന്നത് അത് തന്നെയാണ്. ഇത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞ് മാറ്റി നിർത്തുന്നത് ശരിയല്ല. മറിച്ച് ഈ ഒറ്റപ്പെട്ട സംഭവങ്ങൾ പോലും അത് അന്വേഷണത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവന്ന് ഇതിൽ കുറ്റക്കാരെ അവരെ മാതൃകാപരമായി ശിക്ഷിക്കണം എന്നാണ് എൻ്റെ വ്യക്തമായ അഭിപ്രായം. ഒരു കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനു വേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത്, എവിടെ വെച്ചാണ്, ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം, അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങളും ആവശ്യപ്പെടുന്നത്. അതിനോട് യോജിക്കുന്നില്ല. വീണ്ടും മൊഴി കൊടുക്കണമെന്ന് പറയുന്നത് അവരെ വേദനിപ്പിക്കുന്നതിന് തുല്യമാണ്. മൊഴി കൊടുത്തിട്ടുണ്ട്, അവർ ആ മൊഴിയിൽ ഉറച്ചു നിൽക്കുന്നു. ആ മൊഴി മാറ്റി പറയാൻ അവർ സന്നദ്ധരല്ലെങ്കിൽ നിയമ നടപടികളുമായിട്ട് മുന്നോട്ട് പോകണം. ആകെ ഞങ്ങൾക്ക് അതിനകത്തൊരു വിഷമം തോന്നിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു ജനറലൈസ് ചെയ്തുകൊണ്ട് ഈ സംഘടനയിൽ മുഴുവൻ അല്ല, ഈ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമ ഇൻഡസ്ട്രി മുഴുവൻ ഇങ്ങനെയാണ്, വളരെ മോശപ്പെട്ട രീതിയിലാണ് ഇൻഡസ്ട്രി നടന്നു പോകുന്നത്, അവിടെ ഉള്ളവരെല്ലാവരും മോശക്കാരാണ് എന്നുള്ളൊരു പ്രതിപാദിക്കുന്ന രീതിയിൽ ചില വാചകങ്ങൾ വന്നതിനോട് മാത്രമാണ് ഞങ്ങൾക്കൊരു എതിർപ്പുള്ളത്. മറ്റ് പല മേഖലകളിലും നിങ്ങൾക്കറിയാവുന്നതാണ്. നമ്മുടെ നാട്ടിൽ എല്ലാ തൊഴിലിടങ്ങളിലും ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. അത് പോലീസ് അന്വേഷിക്കാറുണ്ട്. ആ കുറ്റവാളികൾക്കെതിരെ കേസെടുക്കാറുണ്ടെങ്കിൽ പോലും ആ തൊഴിൽ മേഖലയിലെ അടച്ചാക്ഷേപിക്കുന്ന ഒരു വ്യാഖ്യാനമോ ഒരു പ്രസ്താവനയോ ഒരാളുടെ ഭാഗത്തു നിന്നും വരാറില്ല. നമുക്കറിയാലോ ഏതെല്ലാം മേഖലകളിലാണ് ഇങ്ങനെയുള്ള എന്തെല്ലാം പ്രശ്നങ്ങളാണ് ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു രാഷ്ട്രീയക്കാരൻ അഴിമതി നടത്തിയാൽ രാഷ്ട്രീയക്കാരൻ മുഴുവൻ അഴിമതിക്കാരാണെന്ന് പറഞ്ഞ് നമ്മൾ അവരെ അടച്ചാക്ഷേപിക്കുകയല്ല ചെയ്യുന്നത്. ആ അഴിമതി നടത്തിയ വ്യക്തിയെ കണ്ടെത്തി ശിക്ഷിക്കുക എന്നല്ലാതെ, അപ്പോൾ എവിടെയോ ഒറ്റപ്പെട്ട 1-2 സംഭവങ്ങൾ എവിടെയോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ള ഒരു അറിവിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു വ്യവസായ മേഖലയെ അല്ലെങ്കിൽ ജനങ്ങൾ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കുറേ ആളുകളെ അടച്ചാക്ഷേപിക്കുന്നൊരു പ്രവണത
നല്ലതല്ല. അത് ഞങ്ങൾക്ക് ഒരുപാട് ദുഃഖം ഉണ്ടാക്കുന്നൊരു കാര്യമാണെന്ന് ഞങ്ങൾ എല്ലാ പ്രേക്ഷകരെയും വളരെ വിഷമത്തോടു കൂടി തന്നെയാണ് ഞങ്ങൾ അഭിപ്രായം. അമ്മയിൽ ഇതേപോലെ വർക്ക് ചെയ്യുമ്പോൾ ഇന്ന രീതിയിൽ നടന്നു എന്ന് പറയുമ്പോൾ പല തൊഴിലിടത്തും ഇത് ഇങ്ങനെയൊക്കെ നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് അപ്രസക്തമാണ്. അങ്ങനെ ചോദിക്കാൻ പാടില്ല എന്ന പക്ഷക്കാരനാണ് ഞാനിവിടെ സംസാരിക്കുമ്പോൾ അമ്മയിൽ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയിൽ മലയാളം സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ടെന്ന് പറയുമ്പോൾ അത് എല്ലായിടത്തും നടക്കുന്നില്ലേ എന്ന ചോദ്യം അത് പരിഷ്കൃത സമൂഹത്തിന് ചേർന്നതല്ല. നമ്മുടെ സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ സിനിമാ വ്യവസായത്തിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അത് ഭാവിയിൽ ആവർത്തിക്കാതിരിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും എന്നാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അതല്ലാതെ എല്ലായിടത്തും ഇത് നടക്കുന്നില്ലേ, ഇതിനൊരു പൊതുവൽക്കരണം കൊണ്ടുവരുന്നത് ശരിയല്ല. അത് അവിടെയൊക്കെ നടക്കുന്നു, ആ വ്യവസായത്തിൽ നടക്കുന്നു, ഓഫീസുകളിൽ നടക്കുന്നു, മാധ്യമങ്ങളിൽ നടക്കുന്നില്ലേ എന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. നമ്മൾ സംസാരിക്കേണ്ടത്, ഞാൻ സംസാരിക്കേണ്ടത് അമ്മയ്ക്ക് വേണ്ടി, ഇൻഡസ്ട്രിക്ക് വേണ്ടിയാണ്. ഇൻഡസ്ട്രിക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ തൊഴിലിടത്ത് അമ്മ ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ആര് ആരോപണം ഉന്നയിച്ചാലും അതിന് ഒരു പരിഹാരം കണ്ടെത്തേണ്ടത് ആവശ്യം തന്നെയാണ്. യാതൊരു സംശയമില്ല. അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ പാടില്ലെന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞിട്ടൊരു ഗ്രൂപ്പിനെ കുറിച്ച് ഇങ്ങനെ പ്രതിപാദിച്ചതായിട്ട് കേട്ടു. അത് ആരാണ് അങ്ങനെ ഒരു പവർ ഗ്രൂപ്പ് ഉണ്ടോ എന്നുള്ളത് ഈ കമ്മീഷൻ അറിയിച്ചതെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അങ്ങനെയാണെങ്കിൽ വ്യക്തമായിട്ട് അവർക്ക് പറയാമല്ലോ പവർ ഗ്രൂപ്പിൽ ആരൊക്കെയാണെന്നുള്ളത്. ഞാൻ 40ഓളം വർഷമായിട്ട് സിനിമയിലുള്ള ആളാണ്. ഞാൻ ഒരു പവർ ഗ്രൂപ്പ് ഉള്ളതായിട്ടും എനിക്കറിയില്ല. അല്ലെങ്കിൽ ഒരു പവർ ഗ്രൂപ്പിൻ്റെയും എന്തെങ്കിലും ഒരു ശിക്ഷാ നടപടിക്കോ അല്ലെങ്കിൽ എനിക്ക് അനുകൂലമായിട്ട് ഒരു പവർ ഗ്രൂപ്പ് എന്തെങ്കിലും തീരുമാനം എടുത്തതായിട്ടോ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടില്ല. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, ഒരു സിനിമ ആരഭിനയിക്കണം അല്ലെങ്കിൽ ആരഭിനയിക്കേണ്ടെന്ന് ഒരു ഗ്രൂപ്പിരുന്ന് തീരുമാനിച്ചില്ല, എങ്ങനെ ഈ ഇൻഡസ്ട്രി നടന്നു പോകും? ഇതിലൊരു മാഫിയാണെന്നൊക്കെ പറഞ്ഞാൽ മാഫിയയുടെ അർത്ഥം അറിയാഞ്ഞിട്ടാണോ? മാഫിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിന് പുറകിലൊരു മാഫിയ പ്രവർത്തിക്കുന്നുണ്ട്. പല സ്ഥലത്തുനിന്നും പല മേഖലയിലും ചോദിക്കാറുണ്ട്, ഇവിടെ ഒരു ഗുണ്ടാ സംഘം ഉണ്ടല്ലേ, അവർ തീരുമാനിക്കുന്ന പോലെയാണല്ലേ ഇൻഡസ്ട്രി നടന്നു? അങ്ങനെ ഒരിക്കലും സാധിക്കില്ല. പവർ ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഇത് ആലങ്കാരികമായിട്ടുള്ളൊരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ് എവിടെയെങ്കിലും നിങ്ങൾ ഇതുവരെ കേട്ടിട്ടില്ലല്ലോ. അപ്പോൾ അത് ആലങ്കാരികമായിട്ടുള്ള ഒരു പദമാണ്. പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് എന്നൊക്കെ ആയിരിക്കാം ഉദ്ദേശിച്ചിട്ടുള്ളത്, ഈ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ജസ്റ്റിസ് ഹേമ എന്ന് പറയുമ്പോൾ അവർ വളരെ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ഒരു പൊസിഷനിലിരുന്ന ഒരു വനിതയാണ്. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം പവർ ഗ്രൂപ്പ് എന്നുള്ള ആലങ്കാരികമായിട്ടുള്ള ഒരു പദമായിട്ട് കണക്കാക്കുന്നുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അറിയാം, ഇതുവരെ ഇല്ലാത്തൊരു പദമാണ് പവർ ഗ്രൂപ്പ്, ഞാൻ കേട്ടിട്ടില്ല. അപ്പോൾ ഇങ്ങനെ വന്ന് ഇൻഫ്ലുവൻഷ്യൽ ഗ്രൂപ്പ് അല്ലെങ്കിൽ ഈ വ്യവസായത്തെ നിയന്ത്രിക്കാൻ കഴിവുള്ള പ്രബലമായ ശക്തന്മാരുടെ ഒരു ഗ്രൂപ്പ്, ആധിപത്യം എന്നായിരിക്കും ഉദ്ദേശിച്ചത്. ഒരു കുട്ടി 2006 നടന്നൊരു സംഭവത്തെപ്പറ്റി 2018 പരാതിപ്പെട്ടിരുന്നു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ഇമെയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ 2018 ആ പരാതിപ്പെടുമ്പോൾ ഞാനും ആ കമ്മിറ്റിയിലുണ്ടായിരുന്നതാണ്. പക്ഷേ അന്ന് ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാനന്നൊരു എക്സിക്യൂട്ടീവ് മെമ്പർ മാത്രമായിരുന്നു. ആ പരാതി എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. തീർച്ചയായിട്ടും ഞങ്ങളത് അന്വേഷിച്ച് അതിനൊരു മറുപടി ആ കുട്ടിക്ക് കൊടുക്കുന്നതാണ്. ഇപ്പോഴാണ് ഞാൻ ആ മെയിൽ കാണുന്നത്. 2006 നടന്നൊരു സംഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് പരാതി തന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും അങ്ങനെ ഒരു പരാതി ഇഗ്നോർ ചെയ്തത് തെറ്റാണെന്ന് തന്നെ വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെ ഇഗ്നോർ ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരാതി ഒരു പെൺകുട്ടിക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അന്വേഷിക്കാനും നടപടിയെടുക്കാൻ വേണ്ട പരിപാടി നമ്മൾ ചെയ്യുകയും ചെയ്യണം. 5 കൊല്ലം മുമ്പ് നടന്നാലും 10 കൊല്ലം മുമ്പ് നടന്നിരുന്നാലും അട്രോസിറ്റീസ്, ലൈംഗികമായ ചൂഷണം, അതൊരിക്കലും സ്വാഗതം ചെയ്യപ്പെടേണ്ട ഒരു കാര്യമല്ല. അതിന് നിയമ നടപടികൾ വരണം. ഇത് അമ്മ എന്ന് പറയുന്ന ഈ മെമ്പേഴ്സ്, ഇനിയിപ്പോൾ ആരോപണങ്ങൾ ആർക്കെങ്കിലും നേരെ വന്നിട്ടുണ്ടെങ്കിൽ അവർ അഗ്നിശുദ്ധി തെളിയിക്കട്ടെ. ഞാൻ എത്ര കാലമായി സിനിമയിലുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഇന്നേ വരെ എനിക്ക് എൻ്റെ അനുഭവം വെച്ച് പറഞ്ഞാൽ ഒരാൾ പോലും മോശമായിട്ട് സംസാരിക്കുകയോ നിങ്ങൾ പറയുന്ന പോലെ ഈ കഥകിൽ വന്ന് തട്ടുകയോ അല്ലെങ്കിൽ കൂടെ സഹകരിച്ചാൽ മാത്രമേ സിനിമയിൽ അഭിനയിക്കാൻ ചാൻസ് തരുള്ളൂ എന്നൊന്നും പറഞ്ഞത്. സിനിമയിൽ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടാകാതെ ഇത് ഭാവനയിൽ വിരിഞ്ഞ കാര്യമായിട്ട് ആൾക്കാർ പരാതി പറയുമോ? എക്സ്പ്ലോയിറ്റേഷൻ നേരിട്ടവർ തന്നെ ആയിരിക്കണം പരാതി ബോധിപ്പിച്ചിട്ടുള്ളവർ. ആ എക്സ്പ്ലോയിറ്റേഷൻ പറഞ്ഞ് പരാതി രേഖപ്പെടുത്തുമ്പോൾ അതൊന്നും നടക്കുന്നില്ല, അങ്ങനെ ഒന്നും നടന്നിട്ടില്ല എന്ന് പറയാൻ നമ്മളാരാണ്? ഞെട്ടലുണ്ടാക്കി നമ്മൾ അറിയില്ലാത്ത പല സംഭവങ്ങളും ഇതൊന്ന് പുറത്തു വന്നിട്ടുണ്ട്. ഇത് പല കാര്യങ്ങളും ഞങ്ങൾക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരുന്നു. ഈ സംഘടനയിൽ നമ്മൾ പ്രവർത്തിക്കുകയും ഇത്രയും കാലം സിനിമയിൽ നിൽക്കുകയും ചെയ്യുമ്പോൾ പല കാര്യങ്ങളും നമ്മൾ അറിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിങ്ങൾക്കും അറിയാം, ഞാനൊരു മെയിൻ സ്ട്രീം സിനിമകളിലാണ് കൂടുതൽ ഞാൻ അഭിനയിച്ചിട്ടുള്ളത്. അത് വളരെ ലോ ബഡ്ജറ്റിലോ അല്ലെങ്കിൽ വളരെ റിമോട്ടായിട്ടുള്ള സ്ഥലത്തോ കൊണ്ടുപോയി ചെറിയൊരു പടത്തിൻ്റെ ഷൂട്ടിംഗ് ഞാൻ അങ്ങനെ അധികം സിനിമകളിൽ അഭിനയിച്ചിട്ടില്ല, ഇല്ല എന്ന് തന്നെ പറയാം. പലരും പറയുന്നത് അത്തരം ഒരു റിമോട്ട് സ്ഥലത്ത് നടക്കുന്ന സിനിമകളിലാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതൽ ഉണ്ടാകുന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നേരിട്ട് അത്തരം കാര്യങ്ങൾ അറിയാൻ സാധിച്ചില്ല. ഒരു മെയിൻ സ്ട്രീം സിനിമകളിൽ ഇങ്ങനൊരു കംപ്ലയിൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ, അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകുകയാണെങ്കിൽ പോലും അത് അപ്പം തന്നെ പറഞ്ഞ് അവസാനിപ്പിക്കാനും അങ്ങനെയുള്ള ആളുകളെ സിനിമ സെറ്റിൽ നിന്ന് പുറത്താക്കാനും നമ്മൾ ശ്രമിച്ചിട്ടുണ്ട്. നമ്മൾ ഇൻഡസ്ട്രിയിൽ എല്ലാവരും ഐക്യത്തോടെ പോകുന്നു, എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ആണെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല. അത് വ്യക്തിപരമായി തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു, സത്യസന്ധമായി പറയുന്നു. അങ്ങനെ എല്ലായിടത്തും എക്സ്പ്ലോയിറ്റേഷൻ ഇല്ല, അത് നിങ്ങൾക്കും അറിയാം. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇത്രയും ജാഗ്രതയോടെ ചോദിക്കുന്നത്?
ഇത് എല്ലാവരെയും ഞെട്ടിച്ച കുറേ വാർത്തകളുണ്ട്. അതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും കൺസേൺഡ് ആവുന്നത്. ആ കൺസേൺ നല്ലത് തന്നെയാണ്. മാധ്യമങ്ങളെ ഒരു കാരണവശാലും ഞാൻ കുറ്റപ്പെടുത്തില്ല. ഞാനൊരു മാധ്യമ പ്രവർത്തകനാണെങ്കിൽ നിങ്ങൾ ഈ ചോദിച്ച കാര്യങ്ങളെല്ലാം ഞാൻ ചോദിക്കും. അത് ചോദിക്കേണ്ടത് നിങ്ങളുടെ ഉത്തരവാദിത്വമാണ്. പക്ഷേ ആ കൺസേൺ നമുക്ക് ഒരുമിച്ച് സൊല്യൂഷൻ കണ്ടെത്താം. മാധ്യമങ്ങളും നിങ്ങൾ ഇതേപോലെ ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും അട്രോസിറ്റീസ് നടക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ധൈര്യമായിട്ട് ഇതേപോലെ ചൂണ്ടിക്കാണിക്കൂ. അതിന് പരിഹാരം കാണാൻ അമ്മയുടെ ഭാഗത്തു നിന്നും അല്ലെങ്കിൽ ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാവും. ശ്രമങ്ങൾ ഉണ്ടായില്ലെങ്കിൽ ഇതേപോലുള്ള കാര്യങ്ങൾ നമ്മൾ ജനങ്ങളിൽ നിന്നും ഫേസ് ചെയ്യേണ്ടി വരും. ഹേമ കമ്മിറ്റിക്ക് മുമ്പാകെ ചിലരെ വിളിച്ചിട്ടുണ്ട്. അവർ നോട്ടിഫിക്കേഷൻ കൊടുത്തിരുന്നാണ് പറഞ്ഞത്. പലരും വോളണ്ടറി ആയിട്ട് പോയിട്ട് അവരുടെ കമ്മിറ്റി മുമ്പാകെ പരാതികൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഞങ്ങളുടെ കമ്മിറ്റിയിൽ നിന്ന് ഇപ്പോൾ എന്നെ വിളിച്ചിട്ടില്ല. ശ്രീ മമ്മൂട്ടി, ശ്രീ മോഹൻലാൽ എന്നിവർ തുടങ്ങി ഒരു 2-3 പ്രാവശ്യം ഹാജരായിട്ടുണ്ടെന്ന് പറഞ്ഞു. അവരോട് ഓരോ കാര്യങ്ങൾ അതും ഈ പ്രതിഫലവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതൽ ചോദിച്ചതെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോൾ എന്നെ ഒന്നും വിളിച്ചിട്ടില്ല. അല്ലെങ്കിൽ ഞങ്ങളുടെ സംഘടനയിലുള്ള പല വനിതാ മെമ്പർമാരോടും ചോദിക്കുമ്പോൾ ഇവരെ ആരും കമ്മിറ്റി വിളിക്കുകയോ അല്ലെങ്കിൽ അവർക്ക് പറയാനുള്ള പരാതികൾ കേൾക്കുകയോ ചെയ്തിട്ടില്ല. പിന്നീട് കമ്മിറ്റിയിൽ നിന്ന് തന്നെ പറഞ്ഞു, ഈ സിനിമ ഇൻഡസ്ട്രിയിൽ നിന്ന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല എന്ന് ഒരു അംഗം പറഞ്ഞപ്പോൾ അത് കമ്മിറ്റി ഞെട്ടിപ്പോയെന്നാണ് പറഞ്ഞത്. അപ്പോൾ ബുദ്ധിമുട്ടില്ലാത്ത കാര്യങ്ങൾ പറയാൻ പറ്റില്ല. കമ്മിറ്റി എന്ന് പറയുമ്പോൾ സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയിൽ ഒരു ക്ലോസ് റൂമിൽ വളരെ കോൺഫിഡൻസോടുകൂടി ഒരു ജസ്റ്റിസിൻ്റെ മുൻപിൽ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഒരു സംഘടനയിൽ ചിലപ്പോൾ ഇതേപോലെ ഇത്രയും ആർജവത്തോടെ പറയാൻ ചിലർക്ക് മടി കാണും. അതുകൊണ്ടായിരിക്കും സർക്കാർ നിയോഗിച്ച കമ്മിറ്റി ജസ്റ്റിസ് ഹേമ കൊടുത്ത ഉറപ്പനുസരിച്ച് അവർ ചില കാര്യങ്ങൾ പറഞ്ഞതാണ്. അതിനു മുമ്പ് അതൊരു പരാതിയായിട്ട് അമ്മയുടെ മുമ്പിൽ എത്തിയിട്ടില്ല. അത് സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. അതിനു മുമ്പ് ഹേമ കമ്മിറ്റിയുടെ മുൻപിൽ പറഞ്ഞിട്ടുള്ള പ്രസന്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ അമ്മയുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. അമ്മയ്ക്കൊരു പരാതിയായി ലഭിച്ചിട്ടില്ല. അതിൻ്റെ അർത്ഥം ഇങ്ങനൊരു സംഭവം നടന്നിട്ടില്ല എന്നല്ല. നടന്നിട്ടുണ്ടാകാം. അത് എങ്ങനെയാണ് പരിഹരിക്കേണ്ടതെന്ന് ബഹുമാനപ്പെട്ട കോടതി പറയുന്നത് പോലെ തന്നെ ഈ നിർദ്ദേശങ്ങൾ, ഇതിനൊരു പരിഹാരം കൂടി ജസ്റ്റിസ് ഹേമ നിർദ്ദേശിച്ചാൽ അതിനെയും സ്വാഗതം ചെയ്യും. ജസ്റ്റിസ് ഹേമ എത്രയോ ദിവസം സിറ്റിംഗ് നടത്തിയിട്ടാണ് ഇങ്ങനെ ചില ഫൈൻഡിങ്സ് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്താൽ നന്നായിരിക്കും. ഇങ്ങനെ ചെയ്താൽ ഇത് ഒഴിവാക്കാൻ നമുക്ക് കഴിയും. ഇങ്ങനെ ചെയ്താൽ കാസ്റ്റിംഗ് കൗച്ച് ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ എക്സ്പ്ലോയിറ്റേഷൻ ഒഴിവാക്കാൻ കഴിയും. ഇങ്ങനെ ചെയ്താൽ പ്രൊഡ്യൂസേഴ്സ് ഇങ്ങനെ ചെയ്താൽ ആ ടോയ്ലറ്റ് ഫെസിലിറ്റീസിൻ്റെ കാര്യത്തിൽ അങ്ങനെയുള്ള നിർദ്ദേശങ്ങൾ കൂടി ജസ്റ്റിസ് ഹേമ ഇനിയും അവർക്ക് പറയാം. അവരത്രയും റെസ്പെക്റ്റഡ് ഒരു പേഴ്സൺ ആയതുകൊണ്ട് ഞാൻ പറയാണ്, ജസ്റ്റിസ് ഹേമ കുറേ നിർദ്ദേശങ്ങൾ അടിയന്തരമായി സൊല്യൂഷൻസ് കൂടി വയ്ക്കണം എന്നുള്ളതാണ് ഈ കാര്യത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ റിക്വസ്റ്റ് ചെയ്യാനുള്ളത്. കാരണം അവരുടെ ഫൈൻഡിങ്സ് എല്ലാം സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ട്. അവർക്കാണ് നമ്മളെക്കാൾ കൂടുതൽ ഈ സിനിമാ രംഗത്തുള്ള പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ്, ആർട്ടിസ്റ്റ് എല്ലാവരും പറഞ്ഞ കാര്യങ്ങൾ വെച്ച് ഇന്ന രീതിയിലൊക്കെ പ്രവർത്തിച്ചാൽ നന്നാകും. ഒരു ഇൻഡസ്ട്രി നന്നാക്കാൻ എനിക്ക് ഇന്നതുപോലെ എൻ്റെ കമ്മിറ്റിക്ക്, എൻ്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റിക്ക് ചില നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനുണ്ട് എന്ന് ജസ്റ്റിസ് ഹേമ ഇനിയെങ്കിലും പറഞ്ഞാൽ അതിനെ നമ്മൾ സഹർഷം സ്വാഗതം ചെയ്യും. അവരുടെ കൂടെ നിന്ന് ഇൻഡസ്ട്രി മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു സജീവമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും. അങ്ങനെ സാധിക്കില്ല. അതാണ് ഞാൻ ആദ്യം പറഞ്ഞത്. അങ്ങനെ ഒരു പരാതി പറഞ്ഞതിൻ്റെ പേരിലൊന്നും ആരെയും അവോയ്ഡ് ചെയ്യാൻ സിനിമയ്ക്ക് സാധിക്കില്ല. അവരവരുടെ അനുഭവമാണ്. അവരവരുടെ അനുഭവത്തിന്റെ വേദനയിൽ ഉൾക്കൊണ്ട് പറയുന്ന കാര്യങ്ങളെ പരിഹസിക്കാൻ പാടില്ല. അവരുടെ വേദന അവർക്കല്ലേ അറിയാൻ പറ്റുള്ളൂ. ആ വേദന അവർ അവസരം നിഷേധിക്കപ്പെട്ടു എന്നൊരു നടി പറയുമ്പോൾ അത് നമ്മൾ വിശ്വസിക്കണം. അങ്ങനെ നടന്നിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അന്വേഷിക്കണം. ഇങ്ങനെ അവസരം നിഷേധിച്ചത് ആര് എന്ന ചോദ്യത്തിൽ ആ വ്യക്തി ഇതേപോലെ എന്തുകൊണ്ടാണ് നിഷേധിച്ചത് എന്ന് ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഉത്തരവാദിത്വം കൂടെ നമുക്കുണ്ട്. ഒരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ ഏർപ്പെടുത്തുന്നു വിചാരിക്കാം. ഇത് ഒരു സിനിമ എന്ന് പറയുന്നത് എത്ര കോടിക്കണക്കിന് രൂപ മുടക്കി ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ്. അത്രയും അതിനേക്കാൾ കുറവ് പൈസ മുടക്കി ചെയ്യുന്നൊരു പ്രോജക്റ്റിന് എന്തെല്ലാം നിർദ്ദേശങ്ങളാണ് സർക്കാർ വെക്കുന്നത്. അതിന് ഇന്ന കാര്യങ്ങൾ വേണം, ഇത്ര ശുചീകരണ സംവിധാനം വേണം, അതിൽ വർക്ക് ചെയ്യുന്നവർക്ക് ഇന്ന സൗകര്യങ്ങൾ വേണം. ഇങ്ങനൊരു ലൈസൻസിങ് സമ്പ്രദായം സർക്കാർ കൊണ്ടുവരട്ടെ. അപ്പോൾ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ ഇങ്ങനെ വേണമെന്നൊരു നിബന്ധന വന്നാൽ ഇതൊക്കെ നമ്മൾ സർക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം എല്ലാ പ്രൊഡ്യൂസേഴ്സും പാലിക്കാൻ ബാധ്യസ്ഥരാകും. ഇതെല്ലാം സംഘടനയ്ക്ക് ചെയ്യാറാവും. എന്താ പറയുക, നിയമപരമായിട്ടുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും നമുക്ക് എക്സ്ക്യൂസുകൾ പറയാവുന്ന രീതിയിൽ പഴുതുകളുള്ള ഒരു സംവിധാനമാണ്. യഥാർത്ഥത്തിൽ ഒരു തൊഴിലിടത്തിൽ, ഒരു ഫാക്ടറിയിൽ ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ഈ കമ്മിറ്റി രൂപീകരിക്കാം. ഇത് ഓരോ സെറ്റിലും ഓരോ ഗ്രൂപ്പ് ഓഫ് ആൾക്കാരാണ്. അപ്പോൾ ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രം, ഞാൻ അഭിനയിക്കുന്ന ഒരു ചിത്രത്തില് ആ ചിത്രത്തില് ഈ കമ്മിറ്റി 3 പേരായിരിക്കും. അടുത്ത ഓരോ സിനിമയിലും ഓരോ കമ്മിറ്റി വരും. അത് വേണോ ഇൻഡസ്ട്രിക്ക് മൊത്തമായിട്ട് അഭിനേതാക്കളുടെ ഒരു റെപ്രസെന്റേറ്റീവ്, ഫെഫ്കയുടെ ഒരു റെപ്രസെന്റേറ്റീവ്, പ്രൊഡ്യൂസേഴ്സിന്റെ ഒരു റെപ്രസെന്റേറ്റീവ്, അല്ലെങ്കിൽ കൂടുതൽ എണ്ണം കൂടിക്കോട്ടെ, എല്ലാവർക്കും പ്രാതിനിധ്യമുള്ള ഒരു ഇന്റേണൽ കമ്മിറ്റി വന്നാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് വെച്ചിരുന്നാൽ അമ്മയ്ക്ക് അങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട കാര്യമില്ല. എന്നാൽ പോലും ഇനി അതല്ല,
ഈ സാഹചര്യത്തിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്ന സാഹചര്യത്തിൽ അമ്മയിൽ ഇതേപോലെ പരാതി ബോധിപ്പിക്കാനുള്ള ഒരു സംവിധാനം പ്രൊഡ്യൂസേഴ്സ് അല്ല അതാത് സംഘടനകൾ തന്നെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യണം എന്നാണ് പൊതുജന വികാരം അല്ലെങ്കിൽ പൊതുവികാരമെങ്കിൽ അതും പരിഗണിക്കാം. ഈ ഇടയ്ക്കാണ് ഇങ്ങനെ കോൺക്ലേവിനെ പറ്റി എന്താണ് ഈ കോൺക്ലേവിൻ്റെ ഉദ്ദേശമെന്നോ എന്താണ് ആ കോൺക്ലേവിൻ്റെ സ്ട്രക്ചർ എന്നോ ആരാണ് ഇപ്പോൾ സർക്കാരാണ് ആ കോൺക്ലേവ് പ്ലാൻ ചെയ്തിട്ടുള്ളതെന്ന് അറിയാം. അത് ഞങ്ങളാരും ക്ഷണിച്ചിട്ടില്ല. ആ കോൺക്ലേവ് എന്താണെന്ന് പോലും എനിക്ക് അതിനെപ്പറ്റി മനസ്സിലാക്കിയിട്ടില്ല. അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നമ്മളതിനെപ്പറ്റി സംസാരിക്കുന്നത്. അങ്ങനെ ഒരു കാര്യം WCC ഉത്തരവാദിത്വമില്ലാതെ അങ്ങനെ ഒരു കാര്യം നിർദ്ദേശിക്കില്ലല്ലോ. അവരിപ്പോൾ കോൺക്ലേവിൽ വേട്ടക്കാർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന് പറയുമ്പോൾ അത് വേട്ടക്കാരാണെന്ന് WCCക്ക് ബോധ്യമുണ്ടെങ്കിൽ ആ വേട്ടക്കാരൻ ഈ കോൺക്ലേവിൽ ഭാഗമായി വരാൻ പാടില്ലെന്ന് തന്നെയാണ് അമ്മയുടെ പക്ഷം. ഇതൊന്നും മുമ്പത്തെ പരിസ്ഥിതി അല്ല. ഇപ്പോൾ നിങ്ങൾ അന്വേഷിച്ച് നോക്കൂ, നിങ്ങൾ ഏതെങ്കിലും സെറ്റിൽ പോയി നോക്കൂ, ഇവർക്കെല്ലാം ആവശ്യത്തിന് സൗകര്യങ്ങളുണ്ട്. അല്ലാതെ സൗകര്യങ്ങളില്ല എന്ന് പറയുന്നത് തെറ്റാണ്. ഇത് 4-5 വർഷം മുമ്പ് ശരിയാണ് ഇത്തരം ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. 5 വർഷം മുമ്പ് അതിനും മുമ്പ് നടന്ന കാര്യങ്ങളെക്കുറിച്ചുള്ള ഒരു സമഗ്ര പഠനം നടത്തിയതിന് ശേഷം അതിൻ്റെ ഫൈൻഡിങ്സ് വീണ്ടും 5 വർഷത്തിന് ശേഷം വരുമ്പോൾ ഔട്ട്ഡേറ്റഡ് എന്ന് പറയില്ല, അതിലെ വിഷയങ്ങൾക്ക് പ്രസക്തിയുണ്ട്. പക്ഷേ നമ്മളിത് അന്ന് തന്നെ പ്രസിദ്ധീകരിച്ചിരുന്നെങ്കിൽ ഈ കാര്യങ്ങൾക്കെല്ലാം ഇന്നെത്തുമ്പോൾ ഒരുപാട് കാര്യങ്ങൾക്ക് പരിഹാരമുണ്ടാകുമായിരുന്നു. ഈ 5 വർഷം ഈ കോൾഡ് സ്റ്റോറേജിലിരുന്ന പീരീഡ്, ആ പീരീഡിൽ ഇപ്പോൾ നടിമാർ ആരോപണം ഉന്നയിക്കുന്നുണ്ടെങ്കിൽ ഈ നടിമാരുടെ ആരോപണം ഇന്നുണ്ടാകുമായിരുന്നില്ല. 5 വർഷം മുമ്പ് ഇത് പുറത്തിറങ്ങിയിരുന്നെങ്കിൽ ഈ റിപ്പോർട്ട് തയ്യാറാക്കിയതിന് ശേഷമുള്ള അല്ലെങ്കിൽ ഇന്ന് വരെയുള്ള ഈ പീരീഡിൽ നിങ്ങൾ പറയുന്നു അഭിനേത്രികൾക്ക് കുറച്ച് പേർക്ക് പരാതിയുണ്ട്, ആ പരാതി ഉണ്ടാകുമായിരുന്നില്ല. ഇപ്പോൾ ഒരു ഭയമുണ്ട്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തു വന്നതിന് ശേഷം ഇൻഡസ്ട്രിയിൽ ഇങ്ങനെയൊക്കെ വന്നാൽ ഇത് ചോദിക്കാനും പറയാനുമൊക്കെ ഇവിടെ ഒരു സംവിധാനമുണ്ട്, സംഘടനകളുണ്ട്, കോടതിയുണ്ട്, ഇതേപോലുള്ള കമ്മിറ്റികളുണ്ടാവും, സർക്കാരുണ്ടാവും എന്ന ഭയം എല്ലാവരിലും ഉണ്ട്. തെറ്റ് ചെയ്യുന്നവരുടെ മനസ്സിൽ കൂടുതലുണ്ടാവും. ഒരു പരാതി 2018 വന്ന പരാതി ഒന്നും ചെയ്തില്ല. പിന്നെ എത്രയോ സ്ത്രീകൾ പോലീസിൽ പരാതി കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇത്തരം വിഷയങ്ങൾ നടക്കില്ലെന്നല്ലോ. സുഹൃത്തെ, ഞങ്ങളുടെ സംഘടനയിൽ പരാതി കിട്ടിയാലേ ഞങ്ങൾ അറിയുള്ളൂ. ഇല്ലല്ലോ, ഒറ്റ പരാതി അത് അബദ്ധം പറ്റിയതായി. ഒരു സംഭവമാണെങ്കിൽ പോലും അതിനെതിരെ നടപടി വേണമെന്ന പക്ഷക്കാരനാണ് ഞാൻ. ഈ സാധാരണ രാഷ്ട്രീയത്തിൽ എന്ത് നടക്കുമ്പോഴും ഒരു അക്രമം നടക്കുമ്പോൾ ഭരണപക്ഷം പറയും അത് ഒറ്റപ്പെട്ട സംഭവമാണെന്ന്, പ്രതിപക്ഷം പറയും ഒറ്റപ്പെട്ട സംഭവമല്ല, അത് ഇന്ന രീതിയിലാണെന്ന്. അത് മാറി മാറി വരുന്ന രാഷ്ട്രീയം, ആ രാഷ്ട്രീയം ഇതിനകത്തില്ല. ഇതിനകത്ത് ഒറ്റപ്പെട്ട സംഭവമാണെങ്കിലും അത് 50 പേർക്ക് പരാതിയുള്ളെങ്കിലും 70 പേർക്ക് പരാതിയുള്ളെങ്കിലും 5 പേർക്ക് മാത്രമേ പരാതി ഉള്ളൂ എങ്കിൽ പോലും അത് അന്വേഷിക്കപ്പെടേണ്ടതാണ്. അതിൽ പുകമറ സൃഷ്ടിക്കാൻ പാടില്ല.